ക്ലാസ് 13 ആത്മീയത അല്ലെങ്കിൽ പരാസയൻസ്. പരാസയൻസ് അല്ലെങ്കിൽ അപരാസയൻസ് എന്നതിനെ പറയാം. നമ്മൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, 108 ഉപനിഷത്തുക്കൾ ഇതെല്ലാം ആധുനിക സയൻസിന്റെ അടിസ്ഥാനത്തിലും പുരാണ കഥകളുടെ എല്ലാം അടിസ്ഥാനത്തിലുമെല്ലാം വിലയിരുത്തി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസവും ഓരോ വിഷയം എടുത്തുകൊണ്ട് വേദങ്ങളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. ഇത് 13ാമത്തെ ക്ലാസ്സാണ്. ഇതിൽ നമ്മൾ നോക്കുന്നത് ആത്മീയത വരുന്ന, അതായത് പരാസയൻസിനെ പറ്റിയും അതൊഴിച്ചുള്ള അപരാസയൻസുകളെ പറ്റിയും ആണ്. നമുക്കറിയാം, ആധുനിക സയൻസും ഇന്ന് അന്വേഷിച്ച് അവസാനം ഒരു സ്ഥാനത്തെത്തിയിട്ടുണ്ട്. പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച ആധുനിക സയൻസ് ശാസ്ത്രജ്ഞന്മാര് അവസാനം എത്തി നിൽക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സിലും ബ്ലാക്ക് ഹോളിലുമെല്ലാമാണ്. എങ്ങനെയെന്നാൽ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആധുനിക സയൻസ് ചെയ്ത വഴി എന്താണെന്ന് വെച്ചാൽ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെല്ലാം എടുത്തിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതിനവർ എന്ത് ചെയ്യും? പൊളിച്ചു നോക്കും. നമ്മളൊരു പെട്ടി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് അറിയാൻ പൊളിച്ചു നോക്കുന്ന മാതിരി ഈ എല്ലാ വസ്തുക്കളെയും, പ്രപഞ്ചത്തിലുള്ള ചക്കയായാലും മാങ്ങയായാലും നമ്മളായാലും കല്ലായാലും എല്ലാം പൊളിച്ചു നോക്കിയിട്ട് അതിൻ്റെ അകത്ത് എന്തിനെ കൊണ്ട് അത് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്ന സാധനത്തിന്റെ പേരാണ് തന്മാത്രകൾ. പലതരം തന്മാത്രകൾ കിട്ടി. പിന്നെ അവർ അതിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത് നോക്കുക. അതിനെയും പൊളിച്ചു നോക്കിയപ്പോഴാണ് ആറ്റങ്ങൾ കിട്ടി. ഏകദേശം 100 തരം ആറ്റങ്ങൾ ഉണ്ട്. അപ്പൊ 100 തരം ആറ്റങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഈ കാണുന്ന എല്ലാം ഉണ്ടായതെന്ന് അവർക്ക് മനസ്സിലായി. സയൻസ് പുരോഗമിക്കുകയാണ്. അപ്പൊ ഈ ആറ്റങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് അറിയാൻ വേണ്ടി അതും പൊളിച്ചു നോക്കി. അപ്പം കിട്ടിയത് 2 പ്രധാനപ്പെട്ട കണങ്ങളും ഊർജവുമാണ്, ഇലക്ട്രോണും പ്രോട്ടോണും. ന്യൂട്രോൺ എന്ന് പറയുന്നതും ഇത് രണ്ടും ചേർന്നതായതുകൊണ്ട് വേണമെങ്കിലും 3 എടുക്കുകയോ അല്ലെങ്കിൽ 2 എടുത്തിട്ട് അതിന്റെ കോമ്പിനേഷനാണ് ന്യൂട്രോൺ. പിന്നെ ചെറിയ കണങ്ങളുണ്ട് അതിന്റെ ഇടക്ക് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ഇലക്ട്രോണും പ്രോട്ടോണും എനർജിയാണ് കിട്ടിയത്. അപ്പൊ 3 കണങ്ങളും, ഈ ഇലക്ട്രോണും പ്രോട്ടോണും പിന്നെ ഈ എനർജിയും കൊണ്ട് ന്യൂട്രോണിയം വെട്ടിക്കൊടുത്ത് ഈ 3 കണങ്ങളും എനർജിയും കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എന്തെല്ലാം തരം വസ്തുക്കളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതവർക്ക് മനസ്സിലായി. പിന്നെ അവർ ഇലക്ട്രോണും പ്രോട്ടോണിയും നശിപ്പിച്ചപ്പോൾ അത് ദ്രവ്യമായിട്ട് കണക്കാക്കിയാൽ ഊർജം തന്നെ കിട്ടുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഊർജത്തിൽ നിന്നാണ്. അപ്പൊ അവർ ഒന്നിലെത്തി. ഈ ഒരു ഊർജം തന്നെയാണ് പല രൂപത്തില് പല കണങ്ങളായിട്ട് മാറിയിട്ട് പ്രപഞ്ചമായി E=mc² എന്നുള്ള ഒരു ഇക്വേഷനാണ് ദ്രവ്യത്തെ ഊർജമാക്കാൻ. അവിടം വരെ എത്തി. പിന്നെ അവർ നോക്കി ഈ ഊർജയിൽ നിന്നാണ് ഉണ്ടായെന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അവർ ഇലക്ട്രോണിനെയും ഊർജത്തെയെല്ലാം വെച്ചുകൊണ്ട് ഗവേഷണം നടത്തുമ്പോഴാണ് എവിടെ എത്തിയത്? ക്വാണ്ടം മെക്കാനിക്സ് എത്തിയത്. നമ്മളത് കഴിഞ്ഞതിൽ കണ്ടു കഴിഞ്ഞതാണ് ഇതെല്ലാം. ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സിൽ എത്തിയതിന്റെ ശേഷം അപ്പുറം അവർക്ക് കടക്കാൻ പറ്റുന്നില്ല. കാരണം ക്വാണ്ടം മെക്കാനിക്സിന് അപ്പുറം വരുമ്പോൾ, ക്വാണ്ടം മെക്കാനിക്സിൽ എത്തുമ്പോൾ തന്നെ ആ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. അതിനപ്പുറമുള്ള കാര്യങ്ങൾ ആധുനിക സയൻസിന്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് മനസ്സിലായി. ആധുനിക സയൻസിൽ നിന്നും വ്യത്യസ്തമാണ്, വിപരീതമാണ് ചിലതെല്ലാം കാര്യങ്ങൾ പറയുന്നത് അപ്പുറത്തെത്തുമ്പോൾ. അപ്പൊ സയൻസിന്റെ അതൊന്നും ഇന്നത്തെ സയൻസ് കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റുന്നതല്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും ഏതിൽ നിന്നുണ്ടായോ എന്നെല്ലാം നോക്കി, എനർജിയിൽ ഏതിൽ നിന്നുണ്ടായോ നോക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന വസ്തു ഉണ്ടല്ലോ അവസാനം, അതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. അതിനാണ് നമ്മൾ ബ്രഹ്മം എന്നും ഈശ്വരനെല്ലാം പറയുന്നത് ആദ്യ പുസ്തകങ്ങളിൽ, വേദപുസ്തകങ്ങളിൽ. അപ്പൊ അതിന്റെ സയൻസ് അവരെത്താൻ പോവുകയാണ് ആ വഴിയിലൂടെ. അവിടെ എത്താൻ പോകുമ്പോൾ
അവിടെ കാണുന്ന സയൻസുകളൊന്നും ഇന്നത്തെ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അതിന്റെ നേർ വിപരീതമാണ് പലതും. അപ്പൊ അവർക്ക് മനസ്സിലായി ഈ സംഗതികളെ വ്യാഖ്യാനിക്കടിക്ക് കുറച്ചു പാടുണ്ട്. ഇന്നത്തെ തത്വം വെച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ വേറെ വല്ല തത്വം ഉണ്ടോ എന്ന് അവർ നോക്കണം. ഇനി ആ തത്വം അവർ കണ്ടുപിടിക്കില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെ അവിടെ സ്ട്രക്കായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഒന്നവർക്കറിയാം, ഈ സയൻസ് കൊണ്ടല്ല, ഇന്നുള്ള സയൻസ് കൊണ്ടല്ല ഈ പ്രപഞ്ചമേതിൽ നിന്നുണ്ടായ ബ്രഹ്മത്തെയോ ഈശ്വരനെയോ വ്യാഖ്യാനിക്കേണ്ടത്. അതിന് വേറെ ചില തത്വങ്ങൾ വേണം. ആ ഒരു സയൻസിനെ അവർ അതിനൊരു സയൻസായിട്ട് അല്ല, ഈ സയൻസ് പെടില്ല എന്നേ പറഞ്ഞോളൂ. പിന്നെ വേറെ സയൻസ് ഉണ്ടോ, വേറെ തത്വങ്ങളുണ്ടോ എന്നല്ല അവരിനി കണ്ടെത്തിയാലേ അത് പറയൂ. പക്ഷെ ഇന്നത്തെ സയൻസിന്റെ പരിധിയിൽ വരുന്ന സംഗതികളല്ല. അങ്ങനെ അവർ അവിടെ നിർത്തി. വേറെ തരത്തിലും അവർക്ക് പരിശോധിക്കാമല്ലോ. ഈ പ്രപഞ്ചം തന്നെ, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? കുറെ ശൂന്യമായ സ്ഥലങ്ങളും അവിടെ ചെറിയ ഗോളങ്ങളുണ്ട്. നക്ഷത്രങ്ങളും ഗോളങ്ങളാണ്. അതിന് ചുറ്റും വേറെ ചില ഗോളങ്ങൾ ചുറ്റുന്നുണ്ട്. സൂര്യന് ചുറ്റും ഭൂമിയെല്ലാം ചുറ്റുന്നത് പോലെ. അപ്പൊ കുറെ ഗോളങ്ങൾ, നക്ഷത്രം അടക്കം വലിയൊരു ഗോളം എന്നെല്ലാം വേണമെങ്കിൽ പറയാം. അത് തുറസായ സ്ഥലത്ത് അങ്ങനെ കിടക്കുകയാണ്. ദൂരെ ദൂരെ ഒരു പ്രത്യേക അകലത്തിൽ കറങ്ങിക്കൊണ്ടുവല്ലോ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ നശിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് അവർ നോക്കി പ്രപഞ്ചത്തിൽ. അപ്പൊ അതും അവിടെ കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു നക്ഷത്രം നശിച്ചു പോയാൽ അത് ബ്ലാക്ക് ഹോൾ ആവുകയാണ്. നമ്മളിങ്ങനെ തന്മാത്ര പൊട്ടിച്ച് ആറ്റം പൊട്ടിച്ച് പോകുന്നതിന് പകരം ഇത് വേറൊരു രീതിയിൽ അവർ ചിന്തിച്ചപ്പോൾ ഈ ഗോളങ്ങൾ നശിച്ചാൽ ഒരു ബ്ലാക്ക് ഹോൾ ആവുകയാണ്. അതിന്റെ അകത്തുള്ള കാര്യം എന്താണെന്ന് ഒരു പിടി കിട്ടുന്നില്ല. അത് നക്ഷത്രം മാത്രമല്ല, ഭൂമിയും വേണമെങ്കിൽ നമ്മൾ കഴിഞ്ഞാൽ കണ്ടു. നശിച്ചാല് ഒരു ബ്ലാക്ക് ഹോളിലെത്തും. ചന്ദ്രനെ എല്ലാത്തിനെയും നമ്മൾ നശിപ്പിച്ചാൽ ബ്ലാക്ക് ഹോളിലാണ്. ഭൂമി നശിക്കുമ്പോൾ അതിന്റെ ജീവജാലങ്ങളും എല്ലാം നശിച്ചു. അവസാനം ഉണ്ടാകുന്നത് ഒരു ബ്ലാക്ക് ഹോളാണ്. ആ ബ്ലാക്ക് ഹോൾ എന്നാണ് അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് പുറത്തു വന്നിരിക്കുന്നത്. ആ ബ്ലാക്ക് ഹോളിന്റെ അകത്ത് എന്താണെന്ന് ഇവർക്ക് എന്നും പിടികിട്ടിയില്ല. അകത്ത് നോക്കുമ്പോൾ അവർ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സയൻസിന് മനസ്സിലാതെ, ഇന്നത്തെ സയൻസിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളൊന്നും അല്ല ഈ ബ്ലാക്ക് ഹോളിന്റെ അകത്തുള്ളത്. അപ്പോൾ സയൻസ്, അപ്പൊ അവിടുത്തെ സയൻസ് വേറെയാണ്. അപ്പൊ സയൻസ് രണ്ടെണ്ണം ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ അവർ അങ്ങനെ പറഞ്ഞില്ല. രണ്ട് സയൻസ് ഉണ്ടെന്നൊന്നും അവർ പറഞ്ഞില്ല. പക്ഷെ ഈ സയൻസിന്റെ, നമ്മളിന്ന് സാധാരണ കാണുന്ന സയൻസിന്റെ പരിധിയിലല്ല, അതിന്റെ അപ്പുറമുള്ളൂ. അപ്പൊ ആ ബ്ലാക്ക് ഹോളിൽ പിന്നെ എന്തുണ്ട്? ആ ബ്ലാക്ക് ഹോളിലാണ് വേദം പറയുന്ന ബ്രഹ്മം ഉള്ളത്. കാരണം അവിടെ നിന്നാണല്ലോ തുടങ്ങി ഈ പ്രപഞ്ചമായി മാറിയത്. തിരിച്ചങ്ങോട്ടേക്ക് പോകുന്നത് കഴിഞ്ഞേര് പറഞ്ഞു വെച്ചു കഴിഞ്ഞു. ഈ ബ്രഹ്മത്തിനേക്കും ബ്രഹ്മമല്ല അഥവാ ഈശ്വരനിൽ നിന്നും പ്രപഞ്ചമാകുമ്പോൾ, ആ ബ്ലാക്ക് ഹോളിന് പുറത്തേക്ക് കിടക്കുന്ന പ്രപഞ്ചമാകുമ്പോഴും ക്വാണ്ടം മെക്കാനിക്സിന്റെ മുമ്പിലുള്ള ബ്രഹ്മം ക്വാണ്ടം മെക്കാനിക്സിന്റെ പരിധി വിട്ട് ഇങ്ങോട്ട് വരുമ്പോഴും അതിൻ്റെ ഇടയ്ക്ക് രണ്ട് സയൻസുകൾ, തത്വങ്ങളാണ് വരുന്നത്. രണ്ട് സയൻസ് തത്വങ്ങളുണ്ട്. നമ്മളീ പറയുന്ന ബ്രഹ്മം, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദി ക്രിയേഷൻ, അതിന് ആധുനിക സയൻസിലൂടെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്ന് ശാസ്ത്രലോകം തറപ്പിച്ചു പറയുമ്പോൾ നമ്മൾ യുക്തിവാദികൾക്ക് എന്ത് വേണം? ഈശ്വരനെ അംഗീകരിക്കേണ്ടിക്ക്, അല്ലെങ്കിൽ ബ്രഹ്മത്തെ അംഗീകരിക്കേണ്ടിക്ക് ആധുനിക സയൻസിലൂടെ തന്നെ അതിന് ഉത്തരം കണ്ടെത്തിയാലേ നമ്മളത് അംഗീകരിക്കുന്നു പറഞ്ഞു. ശാസ്ത്രലോകം പറഞ്ഞാൽ അതൊന്നും ആ തത്വത്തിൽ വരുന്നതല്ല, അത് വേറെ തത്വത്തിൽ വരുന്നതാണ്. അതൊന്നും പോരാ, നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഇതിനെ പെടുത്തിത്തരണം. ആധുനിക സയൻസിലൂടെ തന്നെ ഇങ്ങനെ പറഞ്ഞു. ശാസ്ത്രലോകം പറ്റൂല എന്ന് പറഞ്ഞിട്ടും ഇവർ തലയിൽ അത് കയറുന്നില്ല. അതിന്റെ തത്വങ്ങൾ വേറെയാണ്. അപ്പോഴാണ് നമ്മൾ വേദങ്ങളിലേക്ക് നോക്കുന്നത്. വേദങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇത് രണ്ട് സയൻസ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അതായത് ആ ഈശ്വരനെയും അതിനെ ചുറ്റിപ്പറ്റിയും അത് പ്രപഞ്ചമാവുന്നതിന് മുമ്പിലുള്ള സയൻസ് ഒന്നും, പ്രപഞ്ചമാകുന്ന ആ പ്രക്രിയ മുതൽ, അതായത് ആ ബ്ലാക്ക് ഹോളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പൊട്ടിത്തെറിയുടെ സ്റ്റേജ് മുതൽ ഉള്ളത് വേറൊരു സയൻസ്. അതിനെപ്പറ്റിയാണ് വേദങ്ങൾ പറയുന്നത്. നമ്മൾ ഇന്ന് നോക്കുന്നത് അതിലേക്കാണ്. അപ്പോൾ
നമുക്ക് അറിയാം എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ സയൻസും എന്തുണ്ട്? ദ്വയമുണ്ട്. ഒന്ന് മറ്റൊന്നിന് നേർ വിപരീതവുമാണ്. അപ്പം പരാസയൻസ് എന്ന് പറയുന്നതിന്റെ നേരെ വിപരീത തത്വങ്ങളായിരിക്കും അപരാസയൻസിന്. എങ്ങനെയെന്നാൽ അവിടെ സയൻസ് ഉണ്ട്. ഈ ബ്ലാക്ക് ഹോളിന്റെ അകത്തും ഒരു സയൻസ് തത്വങ്ങളുണ്ട്. പക്ഷെ ഇന്നത്തെ തത്വം എല്ലാം എന്നാണ് പറയുന്നത്. ഏതുപോലെ എന്നാൽ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ ഒരു നിയമങ്ങളാണ്. നമ്മൾ സൗദി അറേബ്യ പോയി ജീവിക്കാന്ന് വെച്ചാൽ ഈ നിയമം കൊണ്ട് അവിടെ പോകാൻ പറ്റില്ല. അവിടെ വേറെ നിയമമാണ്. അതുകൊണ്ട് അവിടെ നിയമമില്ല എന്നല്ല, നിയമങ്ങളുണ്ട്. അതേപോലെ തന്നെ സയൻസിനും ആ ബ്ലാക്ക് ഹോളിന് ശേഷമുള്ള ഇന്നത്തെ നമ്മൾ ഉപയോഗിക്കുന്ന സയൻസിന് അതിൽ ചില തത്വങ്ങളുണ്ട്. അതിനു മുമ്പിലുള്ള ബ്ലാക്ക് ഹോളിന്റെ അകത്ത് വേറെ സയൻസ് തത്വങ്ങളുണ്ട്. സയൻസ് ഇല്ല എന്നല്ല, സയൻസ് ഉണ്ട്. സയൻസിലൂടെ തന്നെയാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. പക്ഷെ ആ തത്വങ്ങൾ ഇന്നുള്ള തത്വത്തിന് വിപരീതമാണ്. ഇന്നുള്ള തത്വത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ കുറയും. ഒരു 10 കിലോ അരി ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 2 കിലോ എടുത്ത് പായസമാക്കിയാൽ ഇപ്പൊ 2 കിലോ പായസം ഉണ്ടാവും, 8 കിലോ അരിയുണ്ട്. അരിയുടെ അളവ് കുറഞ്ഞു, രൂപം മാറ്റാം. എനർജി കാൻ ഐദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയ്ഡ്, പക്ഷേ അതിന്റെ ഫോം മാറ്റാം. എന്നാൽ അതിന്റെ മുമ്പിലുള്ള സയൻസ് ഇതിന് നേരെ വിപരീതമാണ്. അതിന്റെ അകത്ത് നിന്ന് എത്ര എടുത്താലും അത്രയും ഉണ്ടാവും. 10 കിലോ അരി ഉണ്ടാകും, അതിന്റെ 2 കിലോ അരി എടുത്തിട്ട് പായസം വെച്ചാൽ അവിടെ 10 തന്നെ എടുക്കും. ഇതാണ് അവിടുത്തെ സയൻസ്, നേരെ വിപരീതമാണ്. അതാണ് ഈ തത്വം വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്തത്. അവിടെ എത്തുമ്പോൾ വേറെ തത്വങ്ങൾ എടുത്തിട്ട് പ്രയോഗിച്ചോളണം. എങ്കിലേ സയൻസ്, അത് ശാസ്ത്രലോകം പിന്നീട് കണ്ടെത്തും. പക്ഷെ വേദങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായി പറഞ്ഞു തരുന്നു. ഏതില്? മുണ്ടകോപനിഷത്തില് മഹർഷിമാരായ ശൗനകനും അംഗീരസും തമ്മിലുള്ള സംവാദ രൂപത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരു സംവാദ രൂപത്തിലാണ് അതുള്ളത്. മഹർഷി ശൗനീകന്റെ ചോദ്യത്തിന് മഹർഷി അംഗീരസ് പറയുന്നു, അത്രയും ഉയർന്ന നിലയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. മഹർഷിമാർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞായിരിക്കുക? ഈ വിഷയം അത്രയും ഉയർന്ന നിലയിലുള്ള ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ്, ജ്ഞാനമുള്ളവര്. അല്ലാതെ സാധാരണ ജനങ്ങൾക്കൊന്നും ഇതൊന്നും പറയാതെ അവരെയൊന്നും പറഞ്ഞാലൊന്നും തലക്കേറാൻ പോകുന്നില്ല. അതുകൊണ്ട് അത്രയും ജ്ഞാനമുള്ളവരാണ് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അതിൽ 1:5 പറയുന്നു, മുണ്ടകോപനിഷത്തില് 1:5 മനുഷ്യർക്ക് അറിയുന്നതിന് വേണ്ടിയായി 2 വിദ്യകളുണ്ട്. അതായത് സയൻസ് എന്ന് പറയുന്നത് അറിവ്, ജ്ഞാനം നേടുന്നത്. അപ്പം പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്ന സയൻസ് എന്ന് പറയുന്നത്, ഉണ്ടായിരിക്കുന്നതെല്ലാം പറയുന്നത് സയൻസിൽ വരുന്നതാണ്. അപ്പം മനുഷ്യർക്ക് അറിയുന്നതിന് വേണ്ടി 2 വിദ്യകളുണ്ട്, 2 സയൻസുകളുണ്ട്. അതിന്റെ പേര് പര എന്നും അപര എന്നുമാണ്. ഇപ്പൊ 2 സയൻസും 2 തത്വങ്ങളുടെ, വ്യത്യസ്തമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ്. ഈ തത്വം അവിടെ പ്രയോഗിക്കാൻ പറ്റൂല, ആ തത്വം ഇവിടെ പ്രയോഗിക്കാൻ. അതാണ് 2ആയിട്ട് കിടക്കുന്നത്. എല്ലോ ഒരൊറ്റ തത്വത്തിൽ പെടുത്താൻ പറ്റുമെങ്കിൽ 2 സയൻസിന്റെ ആവശ്യമില്ല. ഉദാഹരണത്തിന് 10ൽ നിന്ന് 2 എടുത്താൽ 8 ആവും എന്ന് പറയുന്ന ഒരു സയൻസും 10ൽ നിന്ന് 2 എടുത്താൽ പിന്നെയും 10 തന്നെ കിടക്കുന്നു പറയുന്ന രണ്ടും തമ്മിൽ ഒന്നിച്ചൊരു സയൻസിൽ, മാത്സിൽ വെക്കാൻ പറ്റില്ല. 10ൽ നിന്ന് 2 എടുത്താൽ പിന്നെ അവിടെ 8 കാണുന്നുള്ള ഒരു മാത്സ് ഉണ്ടെങ്കിൽ 10ൽ നിന്ന് അവിടെ തന്നെ 10ൽ നിന്ന് 2 എടുത്താൽ 10 തന്നെ ശേഷിക്കുന്നു പറയുന്ന ഒരു മാത്സും, ഈ 2 മാത്സും ഒന്നിച്ചു വെച്ച് കഴിഞ്ഞാൽ ആകെ കൊള്ളായിരിക്കും. അതുകൊണ്ട് സയൻസ് ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, പരയും അപരയും. പരാസയൻസിലെ തത്വങ്ങൾക്ക് നേരെ വിരുദ്ധമായിരിക്കും ചിലപ്പോൾ അപരാസയൻസിലെ തത്വങ്ങൾ. അപ്പൊ അപരാസയൻസിലെ തത്വങ്ങളെ കൊണ്ട് പരാസയൻസിനെ കണ്ടെത്താൻ ശ്രമിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സയൻസിലോട്ട് ചിന്തിക്കുമ്പോൾ ആ ബൗണ്ടറി എത്തിയപ്പോൾ, ക്വാണ്ടം മെക്കാനിക്സ് എത്തിയപ്പോൾ, അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ എത്തിയപ്പോൾ നമ്മൾ സ്റ്റോപ്പായി പോയി. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റുന്നില്ല. ഈ തത്വം വെച്ച് കടക്കാൻ പറ്റില്ല. വേറെ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടത്തേക്ക് കയറാൻ പറ്റും. ഇപ്പൊ എന്ത് പറയുന്നു? മനുഷ്യർക്ക് അറിയുന്നതിന് വേണ്ടി 2 വിദ്യകളുണ്ട്, പരയും അപരയും. എന്നിട്ടെന്ത് പറയുന്നു? അതിൽ
അപരവിദ്യയിൽ ഈ ലോകത്തിലെയും പരലോകത്തിലെയും ഭോഗങ്ങളുടെയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഭോഗവസ്തുക്കളാണ് ഉപയോഗിച്ചിട്ട് സുഖമായി ജീവിക്കുന്നതിനുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് പലതും കണ്ടെത്തിയിട്ട് നമ്മൾ ഭോഗസുഖങ്ങളെല്ലാം അനുഭവിക്കുന്നത്. ഭൗതിക സുഖങ്ങളെല്ലാം അനുഭവിക്കുന്നത് പ്രകൃതിയിലുള്ള വിഭവങ്ങളെ നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ട് ശാസ്ത്രജ്ഞാനത്താലാണ്. ആ ശാസ്ത്രമാണ് അപരവിദ്യ, അതായത് മോഡേൺ സയൻസ്. അതിൽ അപരവിദ്യയിൽ ഈ ലോകത്തിലെയും പരലോകത്തിലെയും ഭോഗങ്ങളുടെയും അവ ലഭിക്കുവാനുള്ള വഴികളുടെയും വിവരണം ലഭിക്കും. അതായത് നമുക്ക് സുഖഭോഗ വസ്തുക്കളെല്ലാം ഉണ്ടാക്കി ശരിക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള ഈ ലോകത്തിലും പരലോകം എന്ന് പറയുമ്പോൾ ലോകത്തെ തന്നെ നമ്മൾ മരിച്ചാലുള്ള ലോകമുണ്ട്, ജീവിച്ചിരിക്കുമ്പോഴുള്ള ലോകമുണ്ട്. മരിച്ചാൽ നമ്മൾ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ തത്വങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. മരിച്ചാൽ എന്താണ് ഈ മരണം കൊണ്ട് സംഭവിക്കുന്നു. മരിച്ചാൽ ഇവിടെ ലോകമുണ്ട്. അപ്പം മരണശേഷത്തെ ഈ ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ പുനർജനിക്കുന്നു. കാരണം മരണശേഷമുള്ള ലോകത്തിലും ചില കർമ്മങ്ങൾ നമുക്ക് ബാക്കിയുള്ളത് കൊണ്ടാണ് പിന്നെയും ജനിപ്പിക്കുന്നത്. മരണശേഷവും നമ്മൾ ഇല്ലാതാകുന്നില്ല, നമ്മൾ പിന്നെയും ജനിക്കുന്നുണ്ട്. കർമ്മം ചെയ്യേണ്ടപ്പോൾ പിന്നെയും ജനിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ജനനത്തിന്റെ പിന്നിലുള്ള തത്വം എന്താണ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഈ ലോകവും പരലോകം എന്ന് പറയുമ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയാണ്. വേറെ അർത്ഥത്തിൽ എടുക്കാം, നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമിയും നമുക്ക് ജീവിക്കുന്ന ഭൂമിക്ക് പുറത്തുള്ള ബാക്കിയുള്ള ലോകം മുഴുവൻ പരലോകം എന്നാണ് പറയുക. അവിടെ നിന്നാണ് നമ്മളെ ജീവൻ ഉത്ഭവിച്ചു വരുന്നത്. അതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ആത്മാവ്. സ്വർഗം എവിടെയാണെന്ന് വെച്ചാൽ ഈ ഭൂമിക്ക് മുകളിലുള്ള ഒരു സ്പേസ് തന്നെയാണ്. ഈ 14 ലോകങ്ങളിലുള്ള ഒരു സ്ഥലത്തിനെയാണ് സ്വർഗം എന്ന് പറയുന്നത്. അവിടെ നിന്ന് തൊട്ടാണ് ഭൂമിയിലേക്കുള്ള എല്ലാ കൺട്രോളുകളെല്ലാം അതുവരെയുണ്ട്, ആ പരിധി വരെ ഉണ്ട്. ആ പരിധിയിൽ നിന്നാണ് നമ്മൾ ആത്മാവെല്ലാം മുകളിൽ നിന്ന് സൂര്യനിൽ നിന്നെല്ലാം വരുന്നത്, ഗ്രഹങ്ങളിൽ നിന്നും മറ്റുള്ള ഗ്രഹങ്ങൾ, അതെല്ലാം ഈ സ്വർഗത്തിന്റെ ആ ഭാഗത്ത് പെടുന്ന സ്ഥലങ്ങളാണ്. അവിടെയുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഭൂമിയിൽ നമ്മളെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത്. വെറും ഭൂമിയല്ല, പുറത്തുനിന്നാണ്, ആകാശത്തുനിന്നാണ്. അപ്പൊ അതും പരലോകമായിട്ട് എടുക്കണം. അവിടെ നിന്നാണ് നമ്മളെ ജനിപ്പിക്കുന്നതും. ജനിച്ചു കഴിഞ്ഞിട്ട് ആ ഫോഴ്സ് തിരിച്ച് ഇല്ലാതാക്കുന്നു. പിന്നെയും വരുമ്പോൾ അവിടെ നിന്ന്, അതായത് ഗ്രഹങ്ങളിൽ നിന്നെല്ലാണ് ഫോഴ്സ് വരുന്നത്. ഇങ്ങനെയെല്ലാം ഉണ്ട്. ഈ തത്വങ്ങളെല്ലാം ഏതിൽ വരുന്നത്, നമ്മളെ ജനനം, നമ്മളെ എല്ലാം ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റി, ജനന മരണങ്ങളെല്ലാം ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി എല്ലാം എവിടെയുണ്ട്, ഈ ലോകത്തിലെയും പരലോകത്തിലെയും ഭോഗസുഖങ്ങളുടെയും. നമ്മൾ ജനിക്കുന്നതിനാണ് ഭോഗം, സുഖങ്ങൾ അനുഭവിക്കാൻ തന്നെയാണ്. പിന്നെ കർമ്മങ്ങൾ ചെയ്യുവാനും വേണ്ടിയാണ്. കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ ഫലം കിട്ടുന്നത് അത് നമ്മൾ അനുഭവിക്കും. കർമ്മം ചെയ്യുന്നതിനും സുഖം കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ എന്തെങ്കിലും കണ്ടെത്തുന്നത് നമ്മളെ സൗകര്യത്തിന് വേണ്ടിയാണ്. അപ്പൊ ഈ ലോകത്തിലെയും പരലോകത്തിലെയും ഭോഗങ്ങളുടെയും അവ ലഭിക്കുവാനുള്ള വഴികളുടെയും വിവരണം ലഭിക്കും. എങ്ങനെ നമ്മൾ സുഖമായിട്ട് കാറെല്ലാം ഓടിച്ച് റോക്കറ്റിലെല്ലാം കയറിയിട്ട് സുഖിച്ച് നടക്കാം എന്നുള്ള ജ്ഞാനമെല്ലാം നമുക്ക് അപര സയൻസിൽ നിന്നാണ് കിട്ടുക. അപരവിദ്യ, അതായത് മോഡേൺ സയൻസിൽ നിന്നാണ് നമ്മൾ ഭോഗവസ്തുക്കളുടെ ഉപയോഗവും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്നിട്ടോ ലഭിക്കും ഈ ഭോഗവസ്തുക്കളുടെ രചന. ഈ വസ്തുക്കളെല്ലാം എങ്ങനെ ഉണ്ടായി, രചന എന്ന് പറഞ്ഞാൽ എങ്ങനെ രചിച്ചിരിക്കുന്നു. നമ്മൾ കെമിസ്ട്രിയിൽ വസ്തുക്കളെ പറ്റി പറയുമ്പോൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി, ആദ്യം ഹൈഡ്രജൻ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് അതിന്റെ എല്ലാം ഘടന രചിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കും. എന്ത് തരത്തിൽ ആ വസ്തു എന്താണ് അതിന്റെ അകത്തെ സ്ട്രക്ചർ, എന്താണ് ആറ്റോമിക് സ്ട്രക്ചർ, മോളിക്കുലാർ സ്ട്രക്ചർ, അതിൽ എങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്, അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്താ, കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു, സ്റ്റഡി ചെയ്യുന്നു. പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളെ പറ്റിയും നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. എന്നിട്ടോ
ഭോഗവസ്തുക്കളുടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കല്ലിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിന് വീട് നിർമ്മിക്കാനും പലതിനു വേണ്ടിയിട്ട്. അപ്പം ആ ഭോഗവസ്തുക്കളുടെ രചന, അവ നേടുവാനുള്ള വഴികൾ, അവ നമുക്ക് വേണ്ട തരത്തിൽ എങ്ങനെയെല്ലാം നേടാം. ഭൂമിയിൽ എന്തുണ്ട്? പലതരം ലോഹങ്ങളുണ്ട്. അതെല്ലാം സംസ്കരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല ഉപയോഗത്തിന് ഉപയോഗിക്കാം. അയണ്, കോപ്പർ, സ്വർണം, ഇങ്ങനെയല്ല. അവ നേടുവാനുള്ള വഴികൾ, ഈ ഭോഗവസ്തുക്കളെല്ലാം എങ്ങനെ നേടാം, ഏതെല്ലാം രൂപത്തിൽ അതിനെ സംസ്കരിച്ചെടുക്കാം, ഇതാ നേടുവാനുള്ള വഴികൾ, നേടിയാലുള്ള ഫലങ്ങൾ. അപ്പം നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, പിന്നെ മെത്തേഡ്സ് ഓഫ് മാനുഫാക്ചർ, എങ്ങനെ അതിനെ നേടിയെടുക്കാം, അതിനുള്ള വഴികൾ. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് യൂസസ്, അത് എന്തിനെല്ലാം ഉപയോഗിക്കുക. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, നേടിയാലുള്ള ഫലങ്ങൾ. അത് നേടിക്കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഫലങ്ങൾ, പലതരം ഭോഗവസ്തുക്കൾ, എന്താണ് അതിന്റെ ഘടന, അതിനെ എങ്ങനെയെല്ലാം നേടിയെടുക്കാം, ആ നേടിയാലുള്ള ഫലങ്ങൾ എന്താണ്, ഇവയെല്ലാം വിസ്തരിച്ച് ഈ 4 വേദങ്ങളിലും മറ്റുമായി പറഞ്ഞിരിക്കുന്നു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദത്തില് ഭോഗവസ്തുക്കൾ നേടാനും അതിലൂടെ സുഖമായി ജീവിക്കുവാനുള്ള, അതിന് ഉപയോഗിക്കുവാനുള്ള എല്ലാ വഴികളും സയൻസും പറഞ്ഞു തന്നിരിക്കുന്നു. ഇപ്രകാരം 4 വേദങ്ങളും, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദവും 6 വേദാംഗങ്ങളും, മറ്റേ ഛന്ദസ്സുകൾ, വ്യാകരണം, ഇങ്ങനെയെല്ലാം ഉണ്ട്. അതിനെ എങ്ങനെയെല്ലാം മനസ്സിലാക്കേണ്ട രീതികളെല്ലാം ഉണ്ട്. അതും കൂടിയ 10ന്റെ നാമം അപരവിദ്യ എന്നാകുന്നു. അതായത് വേദങ്ങളും അതിന്റെ 6 അംഗങ്ങളും കൂടിച്ചേർന്ന 10ന്റെയും പേര് അപരവിദ്യ എന്നാകുന്നു. അതായത് മോഡേൺ ഫിസിക്സ്, സയൻസ് എന്നാകുന്നു. അപ്പം വേദങ്ങളിലെല്ലാം ഉള്ളത് എന്താണ്, ഈ പ്രപഞ്ച വസ്തുക്കളുടെയും സംസ്കരിച്ചെടുക്കുന്നതിന്റെ, അതിനെ എങ്ങനെയെല്ലാം ഉപയോഗിക്കാം, എങ്ങനെ സുഖമായി ജീവിക്കാം, ഇതെല്ലാം ഇതിനകത്ത് ഉള്ളത്. പരാവിദ്യയിൽ പരമാത്മാവിനെ പറ്റിയുള്ള അറിവ് ലഭിക്കുന്നു. എന്നാൽ പരാ എന്ന വിദ്യയിൽ പരമാത്മാവിനെ, അതായത് നമ്മൾ അന്വേഷിച്ച് ഇത് കഴിഞ്ഞിട്ട് ക്വാണ്ടം മെക്കാനിക്സിന് അപ്പുറം, ബ്ലാക്ക് ഹോളിന് അപ്പുറമുള്ള ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത് ആ പരമാത്മാവിനെ, ആ പരത്തെ, പരന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ, ഈശ്വരനെയും ആത്മാവിനെ ഈശ്വരനായിട്ട് ചുറ്റിപ്പറ്റിക്കൊണ്ട് ജീവാത്മാവ്, പരമാത്മാവ്, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാര്, ഇങ്ങനെ ചില തത്വങ്ങൾ, ഇന്ദ്രൻ എന്നുള്ള ചില തത്വങ്ങളെല്ലാം ഉണ്ട്. അതിനെയെല്ലാം പറ്റി ഉള്ള അറിവ് പരയാണ്. അതും ഇതിൽ നിന്ന് തന്നെ കിട്ടും. അതിന്റെ വർണ്ണനയും എന്തുണ്ട്, അതിൽ നിന്ന് തന്നെ കിട്ടും. അതിന്റെ വർണ്ണനയും വേദങ്ങളിൽ തന്നെയുണ്ട്. വേദത്തിൽ എന്തുണ്ട്, ആ പരാസയൻസിനെ പറ്റിയുള്ളതും വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത് ആ ബ്രഹ്മവും, ബ്രഹ്മത്തെ ചുറ്റിപ്പറ്റിയുള്ള ജീവാത്മാവ്, പരമാത്മാവിനെ പറ്റിയുള്ള ഇതും കൂടിയും. പക്ഷെ അത് പാരാസയൻസാണ്, ഈ സയൻസിൽ പെടുന്നതല്ല, അപര സയൻസിൽ പെടുന്നതല്ല. അതും ഇതിൽ ഈ വേദങ്ങളിൽ തന്നെയുണ്ട്. ആ അംശം വിട്ടാൽ അതൊരു ചെറിയ അംശമാണ്. വേദങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഈ പരമാത്മാവിനെ പറ്റി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പരവിദ്യ, ആത്മാവ്, ജീവാത്മാവ്, അത് അവിടെ എവിടെയുണ്ട്. ആ അംശം ഒഴിവാക്കിയാൽ, വേദങ്ങളിൽ നിന്നും 6 അംഗങ്ങളിൽ നിന്നും ഈ അംശത്തെ അങ്ങ് ഒഴിവാക്കിയാൽ ബാക്കി എല്ലാം അപര തന്നെ. അതായത് അതിനകത്തുള്ള 99% മോഡേൺ ഫിസിക്സ് ആണ്, മോഡേൺ സയൻസ് ആണ്. എന്നാൽ അതിൽ കുറച്ചു ഭാഗം പരാസയൻസുമുണ്ട്. അതായത് ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത്, അതെന്തിനു വേണ്ടി ഉണ്ടായി, എങ്ങനെയുണ്ടായി, അതിൽ പങ്കെടുക്കുന്ന ജീവാത്മാവ്, പരമാത്മാവ്, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാര്, ഇന്ദ്രൻ എന്നിവയെല്ലാം അതിലുണ്ട്. പക്ഷെ അതൊരു ചെറിയ അംശമാണ്. ബാക്കിയുള്ളതെല്ലാം തന്നെ ഭൗതിക സുഖങ്ങളെ നേടുവാനുള്ള ആധുനിക സയൻസ് ആണെന്ന് പറയുന്നു. എന്നിട്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സയൻസ് രണ്ടുണ്ട്, പരാസയൻസും അപരാസയൻസും.
പരാസയൻസിലെ തത്വങ്ങൾ അപരാസയൻസിലും എടുക്കാൻ പറ്റില്ല, അപരാസയൻസിലെ തത്വം പരാസയൻസിലും എടുക്കാൻ പറ്റില്ല. രണ്ടും പ്രത്യേക സയൻസാണ്. പരാസയൻസ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ബ്രഹ്മത്തെ പറ്റിയും അതിന്റെ ചുറ്റുവട്ടത്തുള്ളതെല്ലാം കാര്യങ്ങൾ വിവരിച്ച് ആ ബ്ലാക്ക് ഹോളിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നത് മുതലുള്ള ആധുനിക സയൻസ് കണ്ടെത്തിയ, അല്ലെങ്കിൽ അത് ക്വാണ്ടം മെക്കാനിക്സിന്റെ പരിധിയിലെത്തിയിട്ട് പുറത്തേക്ക് കടക്കുമ്പോഴുള്ള എല്ലാ സയൻസുകളും അപരാ സയൻസാണ്. അത് അതിന് മോഡേൺ സയൻസ് എന്ന് പറയാം. ഇത് രണ്ടും കൂടിയതാണ് നമ്മുടെ ജ്ഞാനം. അപ്പോൾ ബ്രഹ്മത്തെ, ഈശ്വരനെ യുക്തിവാദികൾ പറയുന്നത് പോലെ ഈ അപരാ സയൻസ് കൊണ്ട് മോഡേൺ സയൻസിന്റെ പരിധിയിൽ വെച്ച് വ്യാഖ്യാനിക്കേണ്ടതല്ല. അതിനവർ അങ്ങനെ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു, ആ തത്വങ്ങൾ ഇന്നത്തെ സയൻസ് കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്ന് ശാസ്ത്രലോകം തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു. പിന്നെയുള്ളത് എന്ത് സയൻസ് ആണെന്നുള്ളത് അവർ കണ്ടെത്താൻ കിടക്കുന്നേ ഉള്ളൂ. കണ്ടെത്തി കഴിയുമ്പോൾ ഈ പരാസയൻസ് അവർ മനസ്സിലാക്കും. അതുവരെ കാത്തിരുന്നേ പറ്റുകയുള്ളൂ. എന്നിട്ട് തൈത്തിരിയോപനിഷത്തില് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തെല്ലാണ്? വ്യഞ്ജനവർണ്ണങ്ങളും സ്വരവർണ്ണങ്ങളും സ്പഷ്ടമായി ഉച്ചരിക്കണം. ഇതിൽ ആദ്യമായി തൈത്തിരിയോപനിഷത്തിൽ ആദ്യം വേദമന്ത്രങ്ങൾ ശരിക്കും ഉച്ചരിക്കേണ്ടതിന്റെ പ്രാധാന്യം പറയുന്നു. അല്ല, ശരിക്കും ഉച്ചരിക്കണം എന്ന് പറയുന്നു. എന്തിനു വേണ്ടിയിട്ട്? വിഷയത്തിന്റെ അർത്ഥം ശരിയാകണമെങ്കിൽ വ്യാകരണവും ശരിയായ സംയോഗവും ഇവയെല്ലാം ശരിയായിരിക്കണം. വിഷയത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിലാണ് ഇതെല്ലാം ഈ ക്രമത്തിൽ ചെയ്യണം എന്ന് പറയുന്നത്. ഉച്ചരിക്കേണ്ടതെല്ലാം ശരിക്കും ഉച്ചരിക്കണം, ക്രമത്തിൽ യോജിപ്പിക്കണം എന്നെല്ലാം പറയുന്നത്. എന്തുകൊണ്ട്? വിഷയത്തിന്റെ അർത്ഥം മനസ്സിലാകേണ്ട. അപ്പൊ ഓരോ വരിക്കുന്നുണ്ട് അർത്ഥമുണ്ട്. ആ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അത് ശരിക്ക് തന്നെ ഉച്ചരിക്കണമെന്ന് പറയുന്നുണ്ട്. സയൻസിന്റെ പ്രത്യേകതയാണത്. ഭാഷയിൽ അങ്ങനെ പ്രത്യേകതയില്ല. അപ്പൊ ചക്കാന്ന് എഴുതുമ്പോൾ ചാ എഴുതിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കാന്ന് എഴുതി കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ചക്കാന് അല്ല, ചാന്റെ അടുത്ത് ചേർത്ത് കാന്നിട്ട് തന്നെ ചക്ക തന്നെ. വായിക്കുന്നവൻ അങ്ങ് ചേർത്ത് പോയി, ഒരു ഗ്യാപ്പ് ഒന്നും ഉണ്ടായാൽ കുഴപ്പമില്ല. പക്ഷെ സയൻസിന് അതല്ല. സയൻസിന് ഇപ്പൊ എ ബി നിടുന്നതിന് പകരം എ കുറഞ്ഞ് കഴിഞ്ഞിട്ട് ബി ഇട്ട് കഴിഞ്ഞാൽ അർത്ഥം മാറി. കമ്പ്യൂട്ടറിൽ നമ്മൾ പാസ്വേഡ് അടിക്കുമ്പോൾ എ ഇട്ടിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ബി അടിച്ചു പോയാൽ കമ്പ്യൂട്ടർ എടുക്കില്ല. കൃത്യമായിട്ട് തന്നെ വരണം. എയും ബി ഒന്നിച്ചാണുള്ളതെങ്കിൽ എയും ബി ഒന്നിച്ച് തന്നെ കിടക്കണം, എങ്കിലേ കമ്പ്യൂട്ടർ എടുക്കും. അപ്പോൾ സയൻസിൽ H2O എന്ന് പറയുമ്പോൾ എച്ചിന്റെ അടിയിൽ 2 ഇടണം, O എന്നിട്ട് ഇടണം. അല്ലാതെ H2 2 O എന്ന് നേർക്ക് എഴുതി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ Hഉം 2 ഓക്സിജനുമായി മാറും. നേരെ മറിച്ച് Hന്റെ അടിയിൽ 2 വെച്ച് കഴിഞ്ഞാൽ 2 ഹൈഡ്രജൻ എന്നാണ് അർത്ഥം, 1 ഓക്സിജൻ. അല്ല H2O എന്ന് എഴുതി കഴിഞ്ഞാൽ 2 നേർക്കേണ്ടി എഴുതി കഴിഞ്ഞാൽ 1 ഹൈഡ്രജന് 2 ഓക്സിജൻ എന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കും. അപ്പോൾ സയൻസിലെ വിഷയങ്ങൾ പറയുമ്പോൾ ശരിക്കും ഉച്ചരിച്ച് തന്നെ വേണമെന്ന് പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? വിഷയത്തിന്റെ അർത്ഥം ശരിയാകണമെങ്കിൽ. ഇപ്പം വേദവരികൾക്ക് എന്തുണ്ട്? അർത്ഥമുണ്ട്. നേരത്തെ പരാസയൻസ് അപരാസയൻസിലെല്ലാം പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെ ഉപയോഗിച്ചിട്ട് സുഖഭോഗ വസ്തുക്കളെല്ലാം ഉണ്ടാക്കാനുള്ള തത്വങ്ങളാണ്, ശാസ്ത്ര തത്വങ്ങളാണ് ഉള്ളതെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെയോ ഇനി ഇത് പഠിക്കേണ്ടതിന് എങ്ങനെ അർത്ഥം മനസ്സിലാക്കേണ്ടത് എന്ന കാര്യത്തിലും ഒരു നിർദ്ദേശം ഇവിടെ തരുന്നുണ്ട്. ഏതില്? തൈത്തിരിയോപനിഷത്തിൽ 1-ൽ 3-ൽ 2-ലും 1-ൽ 3-ൽ 4-ലും 1-ൽ 3-ൽ 5-ലുമായിട്ട് പറയുന്നു എങ്ങനെയാണ് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ശരിയായി ഉച്ചരിച്ചാലൊന്നും മാത്രം പോരാ, അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടെങ്കിൽ ഇത്തരത്തിൽ വേണം അർത്ഥം മനസ്സിലാക്കാൻ. എങ്ങനെ? 1-ൽ 3-ൽ 2-ൽ പറയുന്നു അഗ്നി പൂർവവർണവും സൂര്യൻ ഉത്തരവർണവും ജലം സന്ധിയുമാകുന്നു. വിദ്യുച്ഛക്തി ഹേതുവുമാണെന്ന് പറയുന്നു. അത് പിന്നീട് അത്
കുറച്ചധികം സയൻസ് വരുന്നതുകൊണ്ട് അതിനെ ഞാൻ തൽക്കാലം അങ്ങ് മാറ്റി വെക്കുന്നു. എന്നിട്ട് 1, 3, 4 പറയുന്ന ഒരു ഉദാഹരണ സഹിതമാണ് ഇവിടെ വിവരിച്ചു തരുന്നത്. അപ്പൊ അതിനെ അങ്ങ് വിടാം. മാതാവ് പൂർവ്വരൂപവും പിതാവ് ഉത്തരരൂപവുമാവുന്നു. മാതാവ് പൂർവ്വരൂപം, പിതാവ് ഉത്തരരൂപം. ഇതിന്റെ സന്ധിയിൽ എന്തുണ്ടാവുന്നു? ഒരു കുട്ടി ഉണ്ടാവുന്നു. മാതാവ് പൂർവ്വരൂപവും പിതാവ് ഉത്തരരൂപവുമായിട്ട് ചേർന്നുകൊണ്ട് അവർ രണ്ടുപേരും ചേരുമ്പോൾ അവരുടെ സന്ധിയിൽ അവർ യോജിക്കുമ്പോൾ അതിന്റെ ഇടക്ക് നിന്ന് ഒരു പുത്രൻ വരുന്നു. പുത്രന് എന്തിന്റെ സ്വഭാവമുണ്ട്? മാതാവിന്റെയും പിതാവിന്റെയും എല്ലാം ഗുണങ്ങളോട് കൂടിയുള്ള ഒരു കൊച്ചാണ് പുറത്തേക്ക് വരുന്നത്. ഒരു ഉദാഹരണ സഹിതം പറഞ്ഞ അതുപോലെ 1:3 പറയുന്നു, സദ്ഗുരു പൂർവ്വരൂപവും ശിഷ്യൻ പരിവർണവുമായി പുതിയൊരു വ്യത്യസ്ത വിദ്യ സന്ധിയിൽ ഉദയം ചെയ്യും. അതായത് സദ്ഗുരു പൂർവ്വരൂപവും, ഗുരു എന്ന് പറയുന്നത് പഠിപ്പിക്കുന്ന ആള്. പഠിപ്പിക്കുന്ന ആള് വേദം പറഞ്ഞ് ചൊല്ലാനല്ല അയാൾക്ക് കൃത്യമായിട്ട് ചൊല്ലും. സദ്ഗുരു ആ വേദമന്ത്രങ്ങൾ ഉച്ചരിച്ച് തെറ്റാതെ ചൊല്ലിത്തരും. ശിഷ്യൻ എന്താണ്? പരിവർണമാണ്. ആധുനിക കാലഘട്ടത്തിലാണ്. അവൻ വേറെ സയൻസ് എല്ലാം പഠിച്ചിട്ടായിരിക്കും വേദം പഠിക്കാൻ വരുന്നത് ഈ ഗുരുവിന്റെ അടുത്ത്. അവൻ മറ്റുള്ള സയൻസും എല്ലാം പഠിച്ചിട്ടുണ്ടാവും. അവൻ വന്നിട്ട് അവൻ പരിവർണവും അവനും കൂടി ചേരുമ്പോൾ അപ്പൊ ഗുരു പഴയ വേദമന്ത്രങ്ങളെല്ലാം ഒരു വിട്ടിട്ട് ഇങ്ങനെയല്ലാണെന്ന് പറയുന്നു. ശിഷ്യൻ പുതിയ യുഗത്തിലെ കക്ഷിയാണ്. വേറെ വല്ല സയൻസും എല്ലാം പഠിച്ചിട്ടായിരിക്കും ഗുരുവിന്റെ അടുത്ത് വരിക. അവനും ഇത് ഗുരുവിൽ നിന്ന് പഠിച്ചിട്ട് അവരുടെ സന്ധിയിൽ ഇതിൽ നിന്നും ഒരു പുതിയ വിദ്യ പുറത്തേക്ക് വരുന്നു. അതായത് വേദാർത്ഥങ്ങളുടെ അർത്ഥം അങ്ങനെയാണ് വെളിയിൽ വരുന്നത്. ഗുരു ഇപ്പൊ നമ്മളെ ഗുരു ആത്മീയം മറ്റേതെല്ലാം പഠിപ്പിച്ചു വിടും. വേദമന്ത്രങ്ങൾ പഠിപ്പിക്കും. എന്നിട്ട് പറയും ഇതെല്ലാം ആത്മീയാണ്, ഇതിന് വേറെ വരികൾക്കൊന്നും വേറെ അർത്ഥമൊന്നുമില്ല, ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു വിടും. ശിഷ്യൻ എന്ത് ചെയ്യും? സയൻസും പഠിച്ചിട്ട് വരും. ഇത് പറയുമ്പോൾ ഗുരു പറയുന്നില്ല അർത്ഥം ഉണ്ടല്ല, അർത്ഥം ഇല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? കുറച്ച് അർത്ഥമെല്ലാം ഉണ്ട്, കേൾക്കുമ്പോൾ അർത്ഥം തോന്നുന്നുണ്ട്. കാരണം അവനും പഠിക്കുകയാണിത്. ഇതിന്റെ സന്ധിയിൽ നിന്നാണ് എന്ത് വരുന്നത്? വേദമന്ത്രങ്ങളുടെ അർത്ഥസഹിതമുള്ള വ്യാഖ്യാനം വെളിയിൽ വരാൻ പോകുന്നത്. അപ്പൊ ആരുടെ കടമയാണ്? നമ്മുടെ ശിഷ്യന്മാരുടെ കടമയാണ് പുതിയ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഗുരുവിൽ നിന്ന് പറയുന്നത് കേൾക്കുക. ഗുരു പറയുകയല്ല പഴയ ചിന്താഗതി വെച്ചായിരിക്കും പറയുക. നമ്മളതിൽ നിന്നും ഗ്രഹിക്കുമ്പോൾ ഇതിന്റെ സന്ധിയിൽ നിന്നാണ് പുതിയ വേദാർത്ഥങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഗുരു എന്ത് ചെയ്യണമെന്ന് പറയുകയാണ്? 1:4 അല്ല 1:4 അപ്പൊ ഗുരു എന്ത് വേണം? അപ്പൊ ശിഷ്യൻ നല്ലതാണെങ്കിൽ മാത്രമേ, ശിഷ്യനും ബുദ്ധിയുണ്ടെങ്കിൽ മാത്രമേ എന്തു പറ്റുള്ളൂ? പുതിയ അർത്ഥങ്ങൾ, വേദഭാഗങ്ങൾ, വരികളുടെ അർത്ഥം മനസ്സിലാക്കി ലോകത്തിന് പറഞ്ഞു കൊടുക്കുകയുള്ളൂ. ശിഷ്യനും എന്തായിരിക്കണം? നല്ല ബുദ്ധിമാനായ ശിഷ്യനെ തന്നെ കിട്ടണം. അല്ലാതെ ഒന്നിനും കൊള്ളാതെ ബൈഹാട്ടാക്കുന്ന ശിഷ്യനെ കിട്ടിക്കഴിഞ്ഞാൽ ഗുരു ബൈഹാട്ട് പഠിക്കും, ആ ശിഷ്യനും അതേമാതിരി ബൈഹാട്ട് പഠിച്ചങ്ങ് വ്യാഖ്യാനിക്കും. അതുകൊണ്ട് അർത്ഥമൊന്നും വെളിയിൽ കിട്ടില്ല. അതുകൊണ്ട് എന്ത് പറയുന്നു? ഗുരു നല്ല സമർത്ഥനായ ഒരു ശിഷ്യനെ കിട്ടുവാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ആഹൂതി നടത്തണം എന്ന് പറയുകയാണ്. എന്തു പറഞ്ഞിട്ട്? എന്തു പറഞ്ഞിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1:4 പറയുന്നു, മന നിയന്ത്രണമുള്ളവനും, അല്ലാതെ മനസ്സിന് നല്ല നിയന്ത്രണം ഉണ്ടാകണം. പഠിക്കാൻ നല്ല മനസ്സിന് നിയന്ത്രണമുള്ളവനെ ശ്രദ്ധയോടുകൂടി പഠിക്കാൻ പറ്റും. കാപഠ്യമില്ലാത്തവനും, അവന് കാപഠ്യമൊന്നും പാടില്ല. അതായത് ഇത് ദുർവ്യാഖ്യാനിച്ച് എന്തെങ്കിലും പണം ഉണ്ടാക്കേണ്ട ചിന്തയുണ്ടായ ഇവൻ അതിനെ വെച്ചിട്ട് കാച്ചി പണം ഉണ്ടാക്കും. അപ്പൊ കാപഠ്യമൊന്നുമില്ലാവനും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനുമായ ഉത്തമ ശിഷ്യരെ പഠിപ്പിക്കാനായി എനിക്ക് ലഭിക്കട്ടെ എന്ന് പറയുന്നു. അപ്പൊ എനിക്കെന്ത് വേണം? നല്ല മനനിയന്ത്രണവും കാപഠ്യമൊന്നുമില്ലാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള നല്ലൊരു ശിഷ്യനെ എനിക്ക് പഠിക്കാനായി കിട്ടട്ടെ എന്ന് ഗുരു എന്ത് ചെയ്യുന്നു?
ശിക്ഷയെ കിട്ടുവാൻ ഗുരു ആഹൂതി നടത്തണമെന്നു കാരണം ഇത്തരം ശിഷ്യരിലൂടെയാണ് വേദരഹസ്യം വെളിയിൽ വരാൻ പോകുന്നത്. എന്നിട്ട് 1:4 പറയും, 4-7 ഭുർഭുവ എന്ന് തുടങ്ങുന്നതാണ്. അതിനുശേഷം ഗുരു പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ എടുത്ത് പറയുകയാണ്. ഗുരു എന്തെല്ലാം പഠിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഗുരു പഠിപ്പിക്കേണ്ടത് ഭൂമിയെപ്പറ്റി, ഭുവം, സ്വർഗം, മഹർലോകം. ഈ ഭൂമിയെപ്പറ്റിയും പരലോകം എന്ന് പറയുന്ന ഭൂമിക്ക് മുകളിലുള്ള 7 ലോകങ്ങളുണ്ടല്ലോ, ആ ലോകങ്ങളെപ്പറ്റി എല്ലാം പഠിപ്പിക്കണം. പ്രപഞ്ചഘടന പഠിപ്പിക്കണം. ശാസ്ത്രലോകം ഇതുവരെ കണ്ടെത്താത്ത 7 ലോകങ്ങളെപ്പറ്റി പറയണം. കീഴിലുള്ള 7 ലോകങ്ങളുണ്ട്, ഇതെല്ലാം പഠിപ്പിക്കണം. പ്രപഞ്ചഘടന അടക്കം പറയും. ഭൂ എന്താണ്, ഭൂമി എന്താണ്, ഭുവർലോകം എന്താണ്, സ്വർലോകം എന്താണ്, ഇതെല്ലാം പഠിപ്പിക്കണം ഗുരു. പിന്നെയോ അഗ്നിയെപ്പറ്റി പഠിപ്പിക്കണം, ഊർജത്തെപ്പറ്റി പഠിക്കണം. അപ്പം ഭൂ എന്ന് പറഞ്ഞാൽ ഭൂമിയായി, ആകാശമായി, അഗ്നിയായി, പിന്നെ ഇതിനെപ്പറ്റി വായുവിനെ പറ്റി പഠിക്കണം, ജലം. അപ്പൊ ഇതെല്ലാം കൂടിയാകുമ്പോൾ എന്തായി, പഞ്ചഭൂതങ്ങളെ, അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെ പറ്റി, പഞ്ചഭൂതങ്ങളെ കൊണ്ടാണല്ലോ ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്, അതിനെപ്പറ്റി എല്ലാം പഠിപ്പിക്കണം എന്ന് പറയണം. അതായത് എല്ലാതരം മെറ്റീരിയൽ സയൻസും പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെ പറ്റിയും പഠിപ്പിക്കണം. പിന്നെ എന്തുകൊണ്ടും സൂര്യനെ, ചന്ദ്രനെ എന്നീ ഗ്രഹങ്ങളെ പറ്റിയും പഠിപ്പിക്കണം. അപ്പൊ ആസ്ട്രോണമി പഠിപ്പിക്കണം. പിന്നെയോ അഗ്നി ഊർജങ്ങളെപ്പറ്റി പഠിപ്പിക്കണം. ബ്രഹ്മത്തെപ്പറ്റി പഠിക്കണം. ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത് ആ ബ്രഹ്മത്തെപ്പറ്റി ശരിക്കും പഠിപ്പിക്കണം കുട്ടിക്ക് മനസ്സിലാകുന്ന തരത്തിൽ. ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത്, എന്തിനു വേണ്ടി ഉണ്ടായി, അതെങ്ങനെ പ്രപഞ്ചമായി മാറി, പ്രപഞ്ചത്തിന്റെ ഘടന എന്താണ്, ഇതെല്ലാം പഠിപ്പിക്കണം. എന്നിട്ടെന്ത് വേണം, വേദങ്ങൾ മുഴുവൻ പഠിപ്പിക്കണം. എല്ലാ സയൻസും ഗുരു പഠിപ്പിക്കണം. എന്തെല്ലാം പഠിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം, വേദങ്ങളുടെ അർത്ഥങ്ങൾ, അല്ലാതെ ചൊല്ലാൻ പഠിപ്പിക്കാനല്ല. പ്രാണങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പ്രാണൻ സഞ്ചരിക്കുന്നുണ്ട്. അതായത് ജീവാത്മാവിനെ പറ്റി, ശരീരത്തിൽ ജീവനുള്ള നൽകുന്ന ആ പ്രതിഭാസം എന്താണ്, എങ്ങനെ നാഡികളിലൂടെ പ്രാണൻ എന്ന് പറയുമ്പോൾ സിഗ്നൽ സിസ്റ്റമാണ്, അതെല്ലാം സഞ്ചരിക്കുന്നു. ഇതെല്ലാം പഠിപ്പിക്കണം. പിന്നെ എന്ത് വേണം, ലോകത്തെപ്പറ്റി പഠിക്കണം, ലോക കാര്യങ്ങളെപ്പറ്റി പഠിക്കണം, ജ്യോതിസിനെ പറ്റി പഠിക്കണം, അതായത് ജ്യോതിർഗോളങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജ്യോതിഷത്തെ പറ്റി പഠിപ്പിക്കണം. സ്ഥൂല പദാർത്ഥങ്ങളെ പറ്റിയെല്ലാം പഠിപ്പിക്കണം. എല്ലാതരം പദാർത്ഥങ്ങളെ പറ്റിയും പഠിപ്പിക്കണം. എന്നിവയാണെന്ന് പറഞ്ഞിട്ട് പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമായ ആവശ്യം പ്രാധാന്യം കൊടുത്ത് പറയുകയാണ്. എന്നിട്ട് ഇതെല്ലാം പഠിക്കേണ്ടതിനെയും മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിനെയും പ്രാധാന്യവും എടുത്ത് പറയുകയാണ്. എന്നിട്ട് 1:9 പറയുന്നു, ഇത്തരത്തിൽ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ശാസ്ത്രം നിർദ്ദേശിക്കുന്ന വഴിയിൽ കൂടി സ്വയം നീങ്ങേണ്ടതുണ്ട്. അങ്ങനെ പഠിച്ചതിനെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഇങ്ങനെ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചതിന്റെ ശേഷം ശാസ്ത്രം നിർദ്ദേശിക്കുന്ന വഴിയിൽ കൂടി നീങ്ങണം. അതായത് അത് പ്രയോഗത്തിൽ വരുത്തണം. പഠിച്ചിട്ട് വെറുതെ അവിടെ തലയിൽ വെച്ചിരിക്കാൻ പാടില്ല, അതിനെ പ്രയോഗത്തിൽ വരുത്തണം. ഒരു തപസ്സായി കണ്ടുകൊണ്ട് നീങ്ങണം. അങ്ങനെ ഈ വിഷയങ്ങളെപ്പറ്റി, വേദങ്ങളിലുള്ള വിഷയങ്ങളെപ്പറ്റി വിസ്തരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. വേറെ ചില സൂക്തങ്ങളിൽ പറയുന്നുണ്ട്, ഇങ്ങനെ നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സുഖഭോഗ വസ്തുക്കളോടും കൂടി സ്വർഗസമാനമായി ഇവിടെ ജീവിക്കാമെന്നും പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് എന്ത് പറയുന്നുണ്ട്, 1:3-5 എന്ത് പറയുന്നു, ഒന്നിൽ 3-5 പറയുന്നു, ഇത്തരത്തിലുള്ള തൈത്തിരിയോപനിഷത്തിൽ തന്നെ ഒന്നിൽ 3-5 എന്ത് പറയുന്നു, ഇത്തരത്തിലുള്ള വേദവ്യാഖ്യാനത്തിലൂടെ ഒരുവന്
തന്റെ ഇച്ഛാനുസരണമുള്ള നാനാവിധമായ ഭോഗവസ്തുക്കളും സ്വർഗസമാനമായ ലോകവും നേടാവുന്നതാണ്. അങ്ങനെ 1:3-5 പറയുന്നു, ഇത്തരത്തിലുള്ള വേദവ്യാഖ്യാനത്തിലൂടെ വേദങ്ങളുടെ അർത്ഥം ഇത്തരത്തിൽ മനസ്സിലാക്കുന്നത് വഴി ഒരുവന് തന്റെ ഇച്ഛാനുസരണമുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നാനാവിധമായ ഭോഗവസ്തുക്കളും നേടാം. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എല്ലാ ഭോഗവസ്തുക്കളും നമുക്ക് നേടാം. എന്നിട്ടോ സ്വർഗസമാനമായ ലോകവും നമുക്ക് നേടാൻ പറ്റുന്നതാണ്. സ്വർഗത്തിന് സമാനമായിട്ടുള്ള ലോകവും നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് പറയുകയാണ്. ഇത് ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ. നമ്മളിത് നേടുന്നതെല്ലാം സയൻസിലൂടെ തന്നെയാണ്. അത് ചുരുക്കി പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇതിൽ നിന്നും ഒന്ന് മനസ്സിലാക്കേണ്ടത്, വേദം പൂർണ്ണമായും സയൻസാണ്. അത് ആധുനിക സയൻസാണ്. അതിൽ തന്നെ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ എന്നുള്ള ശാസ്ത്രലോകം ഇന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സംഗതിയും പരാസയൻസും ബ്രഹ്മം ഏതിൽ നിന്ന് പ്രപഞ്ചമുണ്ടായി അതിനെപ്പറ്റിയുള്ള വർണ്ണനയും അവിടെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേദത്തിന്റെ ലക്ഷ്യം നമുക്ക് ഈ പ്രകൃതിയിലുള്ള എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു സുഖമായ ലോകം പടുത്തുയർത്തി ജീവിക്കാനുള്ള വഴികൾ അതിന്റെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെ നിങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗസമാനമായ ലോകം ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വേദം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സംഭവിച്ചത് എന്താണ്? ഈ വേദങ്ങൾ കുറെ കാലം കഴിഞ്ഞപ്പോൾ, എഴുതി കുറെ കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തുള്ള സയൻസ് ഒന്നും ആർക്കും പിടിയാട്ടെ, ലോകത്തിൽ സയൻസും ഇല്ലാതെ ഒരവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ ഇതൊന്നും കണ്ടില്ല. അതിനെ വ്യാഖ്യാനിച്ച് എന്താക്കി വേദത്തിന്. അപ്പം വരികൾക്ക് അർത്ഥമുണ്ടോ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഏതോ ഒരു സിനിമയില് കലാപം മണി പറയുന്നുണ്ട്, എനിക്ക് എന്തറിയാം, മറ്റേ ഇതെല്ലാം അറിയാം, ഇത് കന്നഡ ഭാഷയിൽ നല്ലോണം അറിയാം, എന്ത് ചോദിച്ചു ഞാൻ ഉത്തരം പറയാം. അപ്പൊ ചോദിച്ചപ്പോൾ ഇതാ സിനിമേന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ജയറാം ചോദിച്ചപ്പോൾ ഒന്നിനെ ചോദിച്ചപ്പോൾ മധു എന്ന് പറഞ്ഞാൽ ഒരു തരം, ഏതോ ഒരു മധു എന്ന് പറഞ്ഞാൽ അത് ഒരു തരം അവിടെ ഉപയോഗിക്കുന്ന മദ്യമാണ്. അതിനോട് സമാനം നോക്കിയിട്ട് മലയാള ഭാഷയിൽ അർത്ഥം വെച്ചിട്ട് അങ്ങ് അടിച്ചു. വേറെ വാക്കിന് ചോദിച്ചപ്പോൾ പിടിയൊന്നും കിട്ടിയില്ല. എന്നാലും പറഞ്ഞ് അതിന് വേറെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, അതിനർത്ഥമൊന്നുമില്ല വരിക്ക്. അതുമായി വേദത്തിൽ 99% സയൻസാണ്. സയൻസ് ഇല്ലാത്ത കാലത്ത് ആർക്കും വായിച്ചപ്പോൾ ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ട് പറഞ്ഞാൽ അതിന് വേറെ അർത്ഥം, വേദവരികൾക്കൊന്നും അർത്ഥമില്ല. അതിങ്ങനെ വെറുതെ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി തെറ്റാതെ അങ്ങ് ചൊല്ലിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ചൊല്ലുമ്പോൾ തന്നെ കിട്ടുമായിരിക്കും, അത് പോട്ടെ. പിന്നെ ആകെ അവർക്ക് കിട്ടുന്ന ഒരു ബ്രഹ്മം, മറ്റേ ഈ ബ്രഹ്മം ആത്മാവ്. അപ്പൊ അതോടുകൂടി അതങ്ങ് ആത്മീയമാക്കി മാറ്റി. എന്നിട്ട് എന്ത് പറഞ്ഞു? വേദത്തിന്റെ മുഴുവൻ സാരാംശം എവിടെ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു? ഗീതയില് കുറച്ച് കഥയാണല്ലോ. അപ്പൊ അവിടെ കൊണ്ടെത്തിച്ചു. ഇതിന്റെ സത്തയെല്ലാം അവിടെയുണ്ട്, ഗീതയിലുണ്ട്. അതുകൊണ്ട് ഗീത നിങ്ങൾ പഠിച്ചാൽ വേദം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് വെറുതെ ഇങ്ങനെ ചൊല്ലിക്കൂട്ടിയാണ്. ഇങ്ങനെ അവസ്ഥയിലെത്തി. ഇതൊന്നും ഇവരെ കുറ്റം പറഞ്ഞിട്ടൊന്നുമല്ല. ഭാഷാ പണ്ഡിതരാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അവരെങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കാൻ പോകുന്നത്? അതും സയൻസ് ഇല്ലാത്ത കാലത്ത് എങ്ങനെയാണ് ഭാഷാ പണ്ഡിതർ ഈ സയൻസ് എല്ലാം പറയുക? കഴിയില്ല. അതുകൊണ്ട് വേദങ്ങൾ ആരും തൊടുന്നില്ല. അതുകൊണ്ടാണ് തൊടാൻ പറ്റാത്തത്. അതിന് സയൻസാണ്. സയൻസിലൂടെ നോക്കിയാലേ കയറാൻ പറ്റും. പക്ഷെ അതിനൊന്നും വരിക്ക് അർത്ഥമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സയൻസ് അറിയുന്നവർ അങ്ങോട്ട് പോകില്ല. അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിന്റെ സത്തയെല്ലാം എവിടെയുണ്ട് എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഭഗവത്ഗീതയിൽ എന്താ സയൻസാണോ കിടക്കുന്നത്? ഭഗവത്ഗീതയിൽ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമില്ല. അവിടെ ഒരു കുരുക്ഷേത്രമുണ്ട്. കുരുക്ഷേത്രത്തിൽ അർജുനൻ ക്ഷത്രിയനാണ്, അധർമ്മത്തിനെതിരായിട്ട് പോരാടണം എന്നുള്ള ആഹ്വാനമാണ് നടക്കുന്നത്. കാരണം ലോകത്തിൽ അധർമ്മം പെരുകും. ഓരോ കാലഘട്ടം മുമ്പ് അധർമ്മം പെരുകി മാക്സിമം ആകുമ്പോൾ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാലമാണെന്നും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. ആ അധർമ്മികളെല്ലാം കൊന്നൊടുക്കും. പിന്നെ കുറച്ചു കാലം നല്ലതായിട്ട് പോകും. പിന്നെ അധർമ്മികൾ പെരുകും. എപ്പോഴെല്ലാം അധർമ്മം വരുന്നോ അതെല്ലാം അവിടെ കുഴപ്പങ്ങളുണ്ടായി അധർമ്മീനെ തല്ലിക്കൊല്ലും. ഇതാണ് അതിന്റെ ആശയം. അപ്പോൾ ക്ഷത്രിയന്റെ ധർമ്മമാണ് എന്തെല്ലാം നാട്ടിൽ അധർമ്മങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കുകയും അധർമ്മം വരുമ്പോൾ അതിനെതിരായിട്ട് പോരാടിയിട്ട് അധർമ്മികളെ ഇല്ലാതാക്കുകയും ചെയ്യേണ്ട ക്ഷത്രിയന്റെ ധർമ്മമാണെന്ന് ഇന്ന് ആധുനിക യുഗത്തിലല്ല ഏത് കാലഘട്ടത്തിലും പ്രായോഗികമായ ചരിത്ര സംഭവങ്ങളാണ് കഥരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം കൃഷ്ണൻ പറയുന്നത് എന്താണ്? അർജുനനോട് നീതി ചെയ്തേ പറ്റൂ എന്നാണ്. അതിനുവേണ്ടിയ ഉപദേശം. അവിടെ തന്നെ കൃഷ്ണൻ എന്ന് പറയുന്നത് ഞാൻ കാലമാണെന്നും പറഞ്ഞിട്ട് അപ്പൊ ആ ഓരോ കാലഘട്ടത്തിലെ അധർമ്മത്തിനെ എതിരിടാൻ വേണ്ടി കൃഷ്ണൻ കഥാപാത്രം എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ക്ഷത്രിയരോട് നിന്റെ അധർമ്മത്തിനെതിരായിട്ട് പോരാടുകയാണ്.
അതാണ് കുരുക്ഷേത്രം. അപ്പോൾ വിശ്വരൂപം കാണിച്ചു കൊടുക്കുമ്പോഴും വിശ്വത്തിന്റെ രൂപമാണ് കാണിച്ചു കൊടുത്തത്. ഈ വിശ്വം ഈ പ്രപഞ്ചത്തിന്റെയാണ്, അല്ല അതിന്റെ മുമ്പിലുള്ള ബ്ലാക്ക് ഹോളിൽ പോയതിന് ശേഷമുള്ള ബ്രഹ്മത്തിന്റെ അവസ്ഥയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വിശ്വത്തില് ഇങ്ങനെയെല്ലാണ് സംഭവങ്ങൾ, ഇങ്ങനെയല്ല അധർമ്മം ഉണ്ടാവും. അപ്പം ഓരോ കാലത്തിലും അതിനെ തച്ച് ആ അധർമ്മികളെ ഇല്ലാതാക്കും. അതാണ് അവിടെ പറഞ്ഞത്. എന്നിട്ട് വിശ്വരൂപത്തിൽ കാണിച്ചു കൊടുക്കുക എന്താണ്? ഈ ഭീഷ്മർ ഒന്നിനും കൊള്ളാതെ, ഭീഷ്മർക്കെല്ലാം ജ്ഞാനമുണ്ട്, പക്ഷെ എന്താണ് അധർമ്മമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൗരവന്മാർ പലതും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൂതക സാക്ഷിയായിട്ട് ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഗുരുവും ഭീഷ്മറും എല്ലാം. അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അല്ലാതെ അധർമ്മത്തിനെതിരായിട്ട് അവർ ക്ഷത്രിയ സ്വഭാവം കാണിച്ചിരുന്നുവെങ്കിൽ ഈ ദുര്യോധനന്മാരൊന്നും ഈ അധർമ്മങ്ങളൊന്നും പ്രവർത്തിക്കില്ലായിരുന്നു. അതിനെല്ലാം സാക്ഷിയായിട്ട് ഒപ്പിട്ട് കൊടുക്കലായിരുന്നു ഭീഷ്മറെല്ലാം. എത്ര പണ്ഡിത്യം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അതാണ്. പിന്നെ എന്തു പറയുന്നുണ്ട്? വിശ്വരൂപത്തിൽ കാണിച്ചു കൊടുക്കുമ്പോൾ എന്താണ്? കാലം ഈ ഭീഷ്മരെയും ഈ ദ്രോണരെയും എന്ത് ചെയ്യാണ്? കാലന്റെ വായിലേക്ക് പോകുന്നത് കാണിച്ചു കൊടുക്കുകയാണ്. അർജുനോടോട് പറയാണ്, കണ്ട ഞാൻ ഇവരെ പണ്ടേ കൊന്നു കഴിഞ്ഞു, ഇവരെല്ലാം ഇതാ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവരെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ അധർമ്മികൾ വരുമ്പോൾ ഒന്നിനും കൊള്ളാത്തവരെയെല്ലാം കൊണ്ടുപോയി ഇതിൻ്റെ അകത്ത് കാലത്തിന്റെ വായിൽ കൊണ്ടിട്ട് കൊടുക്കും. അത് ആരിലൂടെയാണ്? അർജുനിലൂടെ. അർജുനന്റെ ജോലിയാണത്. എന്നിട്ട് അർജുനനോട് പറയുന്നു, നീ ചെയ്യൽ മാത്രമേ എനിക്ക് ബാധ്യതയുള്ളൂ, അല്ലാതെ അത് നിനക്കിൻ്റെ അകത്ത് ഊരാനൊന്നും പറ്റൂല. ഞാൻ നിന്നെ സൃഷ്ടിച്ച ഇതിനു വേണ്ടിയാണ്, അധർമ്മികളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവിടെയും പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മളെല്ലാം കാലം ഓൾറെഡി ഓരോന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. കാലം ഇങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഓരോ സമയത്ത് ഓരോ ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ആ യുദ്ധങ്ങൾ നടത്തി അധർമ്മത്തെ ഇല്ലാതാക്കി കാലം മുന്നോട്ടേക്ക് പോകും. അത് നമുക്കറിയാം. ഒരു നാട്ടില് ഏതെങ്കിലും ഒരു ഭരണം നമുക്ക് ശത്രുതയായിട്ട് മാക്സിമം സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജനം പ്രതികരിച്ച് അതിനടുത്ത് ദൂരക്കണം. ശ്രീലങ്കയിൽ കണ്ടില്ലേ ഇപ്പോ എന്താ പറ്റിയത്? അപ്പോൾ ഇതൊന്നും ഓരോ കാലഘട്ടത്തിൽ അധർമ്മം വരുമ്പോൾ ആ ജനത്തിന് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ജനം ഇനി എടുത്ത് ദൂരക്കളയും. ഏത് രീതിയൊന്നും പറയാൻ പറ്റില്ല. അതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയാണ് ക്ഷത്രിയരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് അവിടെ അർജുനനെ അങ്ങനെ ഉപദേശിച്ച ആ ഒരു ഉപദേശം കഥരൂപത്തിൽ പറയുന്നതല്ലാതെ ലോകത്തിലെ ചരിത്ര സംഭവങ്ങൾ നടക്കാൻ പോകുന്ന ഏത് കാലഘട്ടത്തിലും നടക്കാൻ പോകുന്ന അധർമ്മത്തിനെതിരായ പോരാട്ടങ്ങളെ ഒരു കഥരൂപത്തിൽ അവതരിച്ചതിൽ കവിഞ്ഞ് വേദങ്ങളിലുള്ള സയൻസിന്റെ സത്യമൊന്നുമല്ല ഇവിടെ കിടക്കുന്നത്. പക്ഷെ ഈ കഥ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വേദത്തിന്റെ സത്ത മറ്റേ ഈ ഗീതയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഗീത വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗീതയിൽ എവിടെയാണ് പ്രപഞ്ച രഹസ്യങ്ങൾ? അതായത് പ്രപഞ്ചം എങ്ങനെയുണ്ടായി, ഏതിൽ നിന്നുണ്ടായി, പിന്നെയുള്ള ആധുനിക സയൻസ് മുഴുവൻ എവിടെയാണ് ഗീതയെ പറഞ്ഞിരിക്കുന്നത്? ഗീതയെ പറഞ്ഞിരിക്കുന്ന വിഷയം ഇത്രയാണ്. ക്ഷത്രിയരുടെ ജോലി അധർമ്മത്തിനെതിരായിട്ട് പോരാടുകയാണ്. അത് കാലാകാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ചരിത്ര സംഭവങ്ങളെ മുൻകൂട്ടി പ്രവചിച്ചിരിക്കുകയാണ്. പക്ഷെ അത് വേദാന്തമാകില്ല. ഈ വേദാന്തം എന്നെല്ലാം പറഞ്ഞു വന്നിരിക്കുന്നത് വേദത്തിൽ നിന്നും തടിയൂരിയിട്ട് ഇപ്പുറത്തേക്ക് എത്തേണ്ട പരിപാടിയാണ്. ഇവിടത്തേക്ക് ഭഗവത്ഗീതയിലേക്കും ഭാഗവതത്തിന്റെ ചില കൃഷ്ണകഥകളിലേക്കും. ഭാഗവതത്തിൽ മുഴുവനൊന്നും പോവില്ല. ഭാഗവതത്തിലെല്ലാം മുഴുവൻ സയൻസാണ് ഉള്ളത്. വേദത്തിലുള്ള കുറേ സയൻസുകളെല്ലാം വിസ്തരിച്ച് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലേക്കൊന്നും കിടക്കാതെ കൃഷ്ണകഥയിലേക്ക് കൊണ്ടുചെന്ന് വേദാന്തം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട് മുൻകാലത്ത്. അത് അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സയൻസ് ഇല്ലാത്ത കാലത്ത് വേദത്തിലേക്ക് കടക്കാൻ പറ്റില്ല. പിന്നെ അതേ കാലം നേരത്തെ കലാപണം മണ്ണി പറഞ്ഞതുപോലെ അതിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. അത് വെറുതെ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി എന്ന് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ജോലിയാണ് എന്ത് വേണം? നല്ല ശിഷ്യരെ കിട്ടുമ്പോൾ ഗുരു പഠിപ്പിച്ചത്, ഗുരുക്കൾ പലതും പഠിപ്പിച്ചു. വേദങ്ങൾ അവർക്ക് നല്ല ബൈഹാട്ടാണ്, വേദത്തിന്റെ അർത്ഥവും ബൈഹാട്ടാണ്. പക്ഷെ ശരിയായ അർത്ഥമല്ല, പരിഭാഷ ബൈഹാട്ടാണ് മലയാളത്തിൽ. പക്ഷെ അർത്ഥസഹിതം മനസ്സിലാക്കണ്ടെങ്കിൽ ശിഷ്യൻ സയൻസ് പഠിച്ച് ഇന്നത്തെ ശിഷ്യന്മാർ അതിനെ കിട്ടണമെന്നും പറഞ്ഞിരിക്കുന്നു. നമ്മളൊന്നും മനസ്സിലാക്കണം. ഇന്നും വേദത്തിൽ സയൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് പഠിക്കുവാൻ താല്പര്യമായിട്ട് മുന്നോട്ട് വരുന്ന എത്ര പേരുണ്ട്? കിട്ടില്ല, ഉറപ്പാണ്. കാരണം അത്തരം ശിഷ്യരിലൂടെ മാത്രമേ ലോകം
വേദരഹസ്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. പക്ഷെ അങ്ങനത്തെ ശിഷ്യങ്ങൾ കിട്ടണമെങ്കിൽ ആഹൂതി തന്നെ നടത്തിയാലും പോരാ, ചിലപ്പം വേറെ വല്ലതും ചെയ്യേണ്ടി വരും. അത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തും.